മാനേജ്മെൻറ്റ് സയൻസ് 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. 11th ക്വസ്റ്റ്യൻ നോക്കാം. അത് അസൈൻമെൻറ്റ് ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ചാപ്റ്റർ നമ്പർ 5. ഇത് പാർട്ട് ബിയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വായിച്ചു നോക്കാം. 5 salesmen are to be assigned to 5 districts. Estimates of sales revenue for each salesman are given as follows. 5 സെയിൽസ്മാനും 5 ഡിസ്ട്രിക്റ്റും ആണ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മളോട് സെയിൽസ് റവന്യൂ എസ്റ്റിമേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ സെയിൽസ്മാൻ്റെയും സെയിൽസ് റവന്യൂ എസ്റ്റിമേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ അതിന് മാക്സിമൈസേഷൻ പ്രോബ്ലം ആണോ മിനിമൈസേഷൻ ആണോ തിരിച്ചറിയണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ അസൈൻമെൻറ്റ് പാറ്റേൺ ദാറ്റ് മാക്സിമൈസ് ദ സെയിൽസ് റവന്യൂ എന്നാണ്. സെയിൽസ് റവന്യൂ മാക്സിമൈസ് ചെയ്യുന്ന ആ ഒരു അസൈൻമെൻറ്റ് പാറ്റേൺ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മാക്സിമൈസേഷൻ പ്രോബ്ലം ഒന്ന് കോപ്പി ചെയ്യുകയാണ്. ഇത് ആൻസർ ചെയ്യുന്ന സമയത്ത് എഴുതേണ്ട കാര്യമില്ല, നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് തന്നെ കടക്കാം. പക്ഷെ ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, ദിസ് ഈസ് എ മാക്സിമൈസേഷൻ പ്രോബ്ലം അല്ലേ? ഇതൊരു മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ്. സോ വി വാണ്ട് ടു കൺവേർട്ട് ഇൻ ടു മിനിമൈസേഷൻ പ്രോബ്ലം. ഇത് നമുക്ക് മിനിമൈസേഷൻ പ്രോബ്ലത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. മാക്സിമൈസേഷൻ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മളത് മിനിമൈസേഷൻ പ്രോബ്ലത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നിട്ട് നമുക്ക് ആൻസറിൽ എഴുതാം കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്യാണ്. ടേബിൾ നമ്പർ 1 സോൺസ് എഴുതുക, അതായത് ഡിസ്ട്രിക്ട്സ് എഴുതുക. ABCDE 5 ഡിസ്ട്രിക്റ്റ് അല്ലേ ഉള്ളത്. അത് കഴിഞ്ഞ് സെയിൽസ്മാൻ്റെ നമ്പേഴ്സ് എഴുതുക 1 2 3 4 5. ഇനി നമുക്ക് മാക്സിമൈസേഷൻ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള ആ ഒരു ടേബിൾ ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ടേബിൾ, അതിൽ നിന്നും ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഏതാണോ അത് പിക്ക് ചെയ്യുക. ഇവിടെ 41 ആണ് ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് അല്ലേ. ഈച്ച് റോയും കോളമൊക്കെ നോക്കിയിട്ട് ഏറ്റവും ബിഗ്ഗസ്റ്റ് എലമെൻറ്റ്. ഈ 41 കൊണ്ട് നമ്മൾ ഓരോ റോയും സബ്ട്രാക്ട് ചെയ്യണം. ഇവിടെ 41 - 32 എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. നെക്സ്റ്റ് 41 - 38 3 കിട്ടും അല്ലേ. 41 - 41, 41 - 28 13, 41 - 41. അങ്ങനെ നമ്മൾ എല്ലാ എലമെൻസും നമ്മളിവിടെ സബ്ട്രാക്ട് ചെയ്യാണ്. റോയിലെ എല്ലാ എലമെൻസും സബ്ട്രാക്ട് ചെയ്യാണ്. അപ്പം നമുക്ക് 117 13 25 കിട്ടും. തേർഡ് റോ നമുക്ക് 0 14 8 11 4. ഇതെങ്ങനെ കിട്ടുകയെന്ന് മനസ്സിലായില്ലേ? ബിഗ്ഗസ്റ്റ് എലമെൻറ്റ് മാക്സിമൈസേഷൻ പാറ്റേണിലെ ബിഗ്ഗസ്റ്റ് എലമെൻറ്റ് എടുക്കുക 41. അതെടുത്തിട്ട് എല്ലാ എലമെൻസും നമ്മൾ റോസിലെ എല്ലാ എലമെൻസും നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് റോയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 12 8 1 6 2. അങ്ങനെ നമുക്ക് ടേബിൾ നമ്പർ 1 കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് ചെയ്യുന്നത്. Subtract the minimum value from all elements in the row of the above table 1. The rows that contain 0 would remain unaffected. ഓരോ റോസും കൺസിഡർ ചെയ്തുകൊണ്ട് അതിൽ ലോവസ്റ്റ് എലമെൻറ്റ് ഏതാ നോക്കുക. ഇപ്പോൾ ഫസ്റ്റ് റോയിൽ 9 3 1 13 1 ആണ്. അപ്പോൾ നമുക്ക് 1 ആണ് ലോവസ്റ്റ് എലമെൻറ്റ്. അങ്ങനെ ഓരോ റോയിലും ലോവസ്റ്റ് എലമെൻറ്റ് എടുക്കുക. അതാത് റോയിലെ ബാക്കിയുള്ള എലമെൻസിനെ സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റേജ്. ഇപ്പോൾ 0 ഉള്ള റോസ് നമ്മൾ അത് ഒന്നും ചെയ്യേണ്ട, അതങ്ങനെ തന്നെ എടുത്ത് എഴുതാണ് വേണ്ടത്. 0 ഏതെങ്കിലും റോയിൽ വരുന്നുണ്ടെങ്കിൽ ആ റോ നമ്മൾ സബ്ട്രാക്ട് ചെയ്യേണ്ട കാര്യമില്ല. ബാക്കി എല്ലാ റോസും നമ്മൾ അതാത് റോസിലെ ലോവസ്റ്റ് എലമെൻറ്റ് ഏതാണോ അതെടുത്തിട്ട് സബ്ട്രാക്ട് ചെയ്യുക. ഇതാണ് ടേബിൾ നമ്പർ 2. അപ്പോൾ ടേബിൾ നമ്പർ 2 നമുക്ക് എങ്ങനെ കിട്ടിയത്? ടേബിൾ 1-ലെ ഓരോ റോസിലെയും ലോവസ്റ്റ് എലമെൻറ്റ് എത്രയാണോ അതെടുത്തിട്ട് ആ റോസിലെ എല്ലാ എലമെൻസും സബ്ട്രാക്ട് ചെയ്ത് എല്ലാ റോസും നമ്മൾ അങ്ങനെ ചെയ്തിട്ടാണ് നമുക്ക് ടേബിൾ 2 കിട്ടിയിട്ടുള്ളത്. ആ ടേബിൾ 2 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീഡിയോക്ക് ലെങ്ത് ആവേണ്ടെന്ന് വെച്ചിട്ടാണ് ഷോർട്ടാക്കി ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റേജ്, ഇപ്പോൾ നമ്മൾ റോ റിഡക്ഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റേജ് കോളം റിഡക്ഷൻ ആണ്. കോളം റിഡക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ടേബിൾ നമ്പർ 2-ൽ നിന്ന് തന്നെയാണ് നമ്മൾ കോളം റിഡക്ഷൻ ചെയ്ത് ടേബിൾ നമ്പർ 3 ക്രിയേറ്റ് ചെയ്യുന്നത്. Subtract the minimum value from all elements in the column. The columns that contain 0 would remain unaffected. നേരത്തെ ചെയ്ത പോലെ അതേ സ്റ്റേജ് തന്നെ ഇവിടെ നമ്മൾ കോളമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റോ ചെയ്ത പോലെ തന്നെയാണ് കോളവും സബ്ട്രാക്ട് ചെയ്യുന്നത്. ഞാനൊരു ടേബിൾ 3A എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കോളം റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ടേബിളാണിത്, ടേബിൾ നമ്പർ 3 എന്ന് പറയുന്നത്. കോളം റിഡക്ഷൻ ചെയ്ത് കിട്ടുന്ന ആ ഒരു ടേബിൾ. അതിനുശേഷം നമ്മൾ ഇതേ ടേബിളിൽ തന്നെയാണ് നെക്സ്റ്റ് സ്റ്റേജും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു ടേബിളും കൂടെ എക്സ്ട്രാ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടേബിൾ ആൻസർ ചെയ്യേണ്ട കാര്യമില്ല. 3 എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് കോളം റിഡക്ഷൻ ചെയ്ത് അതിൽ തന്നെ നെക്സ്റ്റ് സ്റ്റേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോളം റിഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ABCDE എഴുതി, അതുപോലെ സെയിൽസ്മാൻ്റെ 1 2 3 4 5 ഒക്കെ എഴുതി നമ്മൾ ഓരോ കോളംസും സബ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് കോളത്തിൽ 0 ഉണ്ടല്ലേ. ഫസ്റ്റ് കോളത്തിൽ 0 ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? റോയിൽ ചെയ്ത പോലെ തന്നെ അത് നമുക്ക് സെയിം ആക്കി എഴുതാം. അപ്പോൾ ഫസ്റ്റ് കോളം നമ്മൾ എടുത്ത് എഴുതാണ് 8 0 0 19 11. ഇനി നമ്മൾ B കോളം നോക്കുക. B കോളത്തിൽ ഏറ്റവും ലീസ്റ്റ് എലമെൻറ്റ് 2 ആണല്ലേ. അപ്പോൾ 2 കൊണ്ട് എല്ലാ എലമെൻസും സബ്ട്രാക്ട് ചെയ്യുക. നമുക്ക് 2 - 2 0,
16 minus 2, 14, 14 minus 2, 12, 3 minus 2, 1, 7 minus 2, 5. നെക്സ്റ്റ് സി കോളം സബ്ട്രാക്ട് ചെയ്യാം. അതിൽ ഓൾറെഡി 0 ഉള്ളതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല. ആ കോളം നമുക്ക് എടുത്തെഴുതാം. 0, 12, 8, 0, 0. നെക്സ്റ്റ് കോളം ഡി ആണ്. ഡിയുടെ ഏറ്റവും ലീസ്റ്റ് എലമെൻറ്റ് 5 ആണ്. 5 കൊണ്ട് എല്ലാ എലമെൻസിനെ സബ്ട്രാക്ട് ചെയ്യുക. 12 മൈനസ് 5 നമുക്ക് എത്ര കിട്ടും? 7 കിട്ടും. 19 മൈനസ് 5 14, 11 മൈനസ് 5 6, 5 മൈനസ് 5 0, 5 മൈനസ് 5 0. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ കോളം ചെയ്യാണ്. 0 ഓൾറെഡി ഉണ്ട്, അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതാം. 0, 4, 4, 5, 1. അങ്ങനെ നമുക്ക് ടേബിൾ 3 കിട്ടിയിട്ടുണ്ട് അല്ലേ? ടേബിൾ 3 നമ്മൾ കോളം റിഡക്ഷൻ ചെയ്ത് കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് ടേബിൾ 3 കിട്ടിയിട്ടുണ്ട്. ഈ ടേബിൾ 3യിൽ തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റേജും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ഇതാണ് ടേബിൾ 3 എന്നുള്ളത്. ഈ ടേബിൾ 3യിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡ്രോ മിനിമം നമ്പർ ഓഫ് ലൈൻസ് കവറിങ് ഓൾ സീറോസ് എല്ലാ സീറോസും കവർ ചെയ്യുന്ന തരത്തിൽ നമ്മൾ മിനിമം നമ്പർ ഓഫ് ലൈൻസ് വരയ്ക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ കവർ ദ റോസ് ഓർ കോളംസ് വിച്ച് കണ്ടെയ്ൻ ലാർജ് നമ്പർ ഓഫ് സീറോസ്. ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുക? ലാർജ് നമ്പർ ഓഫ് സീറോസ് വരുന്ന കോളമോ റോയോ ഉണ്ടെങ്കിൽ അതാണ് ആദ്യം ലൈൻ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മിനിമം നമ്പർ ഓഫ് ലൈൻസ് ആണ് വരയ്ക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഒരു സീറോ ഒരു റോയ്ക്ക് നമ്മൾ റോയിൽ നമ്മൾ വരച്ചു എന്നിട്ട് പിന്നെ അവിടെ തന്നെ നമ്മൾ ആ സീറോയുടെ തന്നെ കവർ ചെയ്യുന്ന രീതിയിൽ പിന്നെ കോളനിൽ വരയ്ക്കാൻ പാടില്ല. അപ്പോൾ നമ്മളിനി ലൈൻസ് വരയ്ക്കാൻ പോവുകയാണ്. മിനിമം നമ്പർ ഓഫ് ലൈൻസ് ആണ് വരയ്ക്കേണ്ടത്. ഫസ്റ്റ് റോ നോക്കുക, 3 zeros ആണ് വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് അതൊന്ന് ലൈൻ ചെയ്യാം. 3 zeros വരുന്ന ആ ഫസ്റ്റ് റോ ലൈൻ ചെയ്യാം. നമുക്കിപ്പോൾ കോളം വേണമെങ്കിൽ കോളം ചെയ്യാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഞാനൊരു റോ ചെയ്ത കാരണം ഇനി ഒരു കോളം ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ 2 zeros വന്നു, അപ്പോൾ ഞാൻ അത് ലൈൻ ചെയ്തു. അപ്പോൾ നമുക്ക് 2 ലൈൻസ് കിട്ടി കേട്ടോ. ഇനി നോക്കുക, ലാസ്റ്റ് 2 റോസിലും 2 zeros വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും കവർ ചെയ്തു. ഇപ്പോൾ അത്യാവശ്യം എല്ലാ സീറോസും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഇല്ലേ? ഇനി നമ്മൾ വീണ്ടും കോളത്തിൽ കൊണ്ടുപോയിട്ട് ഒരു ലൈൻ വരയ്ക്കാൻ പാടില്ല കേട്ടോ, അപ്പോൾ തെറ്റിപ്പോവും. പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ 4 ലൈൻസ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മളുടെ നമ്പർ എന്ന് പറയുന്നത് 5 ആണ് അല്ലേ? 5 ഡിസ്ട്രിക്റ്റും 5 സെയിൽസ്മാൻ ആണുള്ളത്. അപ്പോൾ നമ്പർ 5 ആണ്. പക്ഷേ ഇവിടെ 4 ലൈൻസേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മോഡിഫൈ ചെയ്യണം. ഈ ടേബിൾ 3നെ നമ്മൾ മോഡിഫൈ ചെയ്യാൻ പോവുകയാണ്. അതാണ് ടേബിൾ 4 ചെയ്യുന്നത് കേട്ടോ. ടേബിൾ 3യുടെ ഒരു മോഡിഫിക്കേഷനാണ് ടേബിൾ 4ൽ ചെയ്യുന്നത്. 5 ഡിസ്ട്രിക്റ്റ് എഴുതി, ABCD എഴുതി. അങ്ങനെ നമ്മൾ സെയിൽസ്മാനെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് 1 2 3 4 5. ഇനി നമ്മൾ അൺകവേർഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് കൺസിഡർ ചെയ്യുക. ഇവിടെ 14 12 14 4 12 8 6 4 ഇതൊക്കെ അൺകവേർഡ് എലമെൻറ്റ്സ് ആണ്. ഇതിലേറ്റവും ലീസ്റ്റ് എലമെൻറ്റ് എടുക്കുക. ലീസ്റ്റ് എലമെൻറ്റ് 4 ആണ്. ആ 4 കൊണ്ട് അൺകവേർഡ് ആയിട്ടുള്ള എല്ലാ എലമെൻറ്റ്സും സബ്ട്രാക്ട് ചെയ്യുക. അതോടൊപ്പം ഇൻ്റർസെക്ഷൻ വരുന്ന എലമെൻറ്റ്സ് ഏതാണോ അത് മാത്രം നമ്മൾ ആഡ് ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ള എല്ലാതും അൺഎഫക്റ്റഡ് ആണ്, അതൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ തന്നെ അങ്ങനെ എടുത്ത് എഴുതുക. അതായത് ലൈൻസ് വരുന്നതെല്ലാം അതേപോലെ തന്നെ ആ ടേബിൾ 4ലേക്ക് കോപ്പി ചെയ്യുക. ഇൻ്റർസെക്ഷൻ വരുന്നിടത്ത് മാത്രം ഈ ഒരു ലീസ്റ്റ് എലമെൻറ്റ് കൊണ്ട് 4 ആഡ് ചെയ്യുക. ബാക്കി അൺകവേർഡ് എലമെൻറ്റ്സിൻ്റെ ഒപ്പം ഈ ലീസ്റ്റ് എലമെൻറ്റ് സബ്ട്രാക്ട് ചെയ്യുക. ഒക്കെ ഒരു കോളത്തിൽ തന്നെയാണ് ഒരു ടേബിൾ തന്നെയാണ് ചെയ്യുന്നത്. നോക്കൂ, 12 കിട്ടിയത് എങ്ങനെയാണ്? 8 + 4 12. പിന്നെ 0 0 ലൈൻ കവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കതൊക്കെ എടുത്തെഴുതാം. 19 വരുമ്പോൾ ഇൻ്റർസെക്ഷൻ വരുന്നുണ്ട് അല്ലേ? 2 ലൈൻസ് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടെ 19 + 4 23. അതുപോലെ 11 + 4 15 വന്നത്. അങ്ങനെ നമ്മളെല്ലാം ചെയ്യാം. അൺകവേർഡ് ലൈൻസ് 14 - 4 10, 12 - 4 8. പിന്നെ 1 ഉം 5 ഉം ലൈനിൽ വരുന്നതാണ്, അപ്പോൾ അത് അങ്ങനെ തന്നെ എടുത്തെഴുതി. അങ്ങനെ ലൈനിൽ വരുന്നതൊക്കെ അങ്ങനെ തന്നെ എടുത്തെഴുതുക. ഇൻ്റർസെക്ഷൻ വരുന്നിടത്ത് ഈ ഒരു ലീസ്റ്റ് എലമെൻറ്റ് കൊണ്ട് ആഡ് ചെയ്യുക. അൺകവേർഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ലെസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ടേബിൾ നമ്പർ 4 കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെയാണ് നമ്മൾ ലൈൻസ് വരയ്ക്കുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് വീണ്ടും ലൈൻസ് വരയ്ക്കുക എന്നുള്ളതാണ്. നമുക്ക് n = 5 ആണ്. അപ്പോൾ നമുക്ക് ലൈൻസ് 5 കിട്ടണം. അതുവരെ നമ്മൾക്ക് ഈ ടേബിൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഫസ്റ്റ് റോയാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. 3 zeros വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ സീറോസ് ഉള്ളത് നമ്മൾ ആദ്യം കവർ ചെയ്യുക എന്നുള്ളത്. ഫസ്റ്റ് ഞാനൊരു റോ കവർ ചെയ്തു. സെക്കൻഡ് ഞാനൊരു കോളം കവർ ചെയ്തു. A എന്ന് പറഞ്ഞ കോളത്തിൽ 2 zeros വരുന്നുണ്ട്. ഇനി നമുക്കൊരു 3 zeros E എന്ന് പറഞ്ഞ കോളത്തിൽ വരുന്നുണ്ട് അല്ലേ? നോക്കൂ, അവിടെ ഒരു സീറോയെ കവർ ചെയ്തിട്ടുള്ളൂ, ബാക്കി 2 zeros ഉണ്ട്. അപ്പം നമ്മൾ E എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോളം കവർ ചെയ്യുകയാണ്, ആ ലൈൻ വരയ്ക്കുകയാണ്. ഇനി നമുക്ക് 4th റോയിലും 5th റോയിലാണ് സീറോസ് ഉള്ളത്, അത് രണ്ടും കവർ ചെയ്യുകയാണ്. ആ 2 റോസും കവർ ചെയ്തു. ഇപ്പം നമുക്ക് നമ്പർ ഓഫ് ലൈൻസ് കിട്ടിയിട്ടുണ്ട്. അത് എത്രയാണെന്ന് നോക്കാം. 1 2 3 4 and 5. 5 ലൈൻസ് കിട്ടിയിട്ടുണ്ട് അല്ലേ? നമ്മളുടെ നമ്പർ എത്രയാണ്? 5 ആണ്. സോ നമുക്ക് കിട്ടിയിട്ടുള്ള ലൈൻസും 5 ആണ്. അപ്പോൾ n = 5, ലൈനും ഈക്വൽ ആയിട്ടുണ്ട്. ലൈൻ = 5. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും അത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. n=5 ലൈൻസും ഈക്വൽ ആണെന്നാണ് എഴുതിയിട്ടുള്ളത്. ഇനി നമ്മൾ ടേബിൾ 5 സെറ്റ് ചെയ്യുകയാണ്. അത് തന്നെയാണ് ആൻസർ എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ ടേബിൾ 4ലെ എല്ലാ എലമെൻറ്റ്സും നമ്മൾ ലൈൻസ് ചെയ്തല്ലേ, ആ എല്ലാ എലമെൻറ്റ്സും എടുത്ത് ടേബിൾ 5ലേക്ക് എഴുതുക. അതിനുശേഷം ഫസ്റ്റ് ഓഫ് ഓൾ ലൊക്കേറ്റ് ദ റോസ് വിച്ച് കണ്ടെയ്ൻ 1 0 എലമെൻറ്റ്, അസൈൻ ദ ജോബ് കറസ്പോണ്ടിങ് ടു ദിസ് എലമെൻറ്റ് ടു ഇറ്റ്സ് കറസ്പോണ്ടിങ് പേഴ്സൺ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു 0 വരുന്ന റോ ഉണ്ടോ നോക്കാം. അപ്പോൾ ഒരു 0 വരുന്ന റോ ഒന്നും ഈ ഒരു ടേബിൾ 5 അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കോളം ഉണ്ടോ നോക്കാം. ഒരു 0 എലമെൻറ്റ് വരുന്ന ഉണ്ടല്ലേ, ബി എന്ന് പറഞ്ഞ കോളത്തിൽ ഒരു 0 ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ആ ഒരു 0 ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കോളത്തിലാണെങ്കിലും റോയിലാണെങ്കിലും ഒരു 0 ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ബി എന്ന് പറഞ്ഞ കോളത്തിൽ ഒരു 0 ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു 0 ലൊക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു കറസ്പോണ്ടിങ് റോയിലുള്ള ബാക്കി 2 zeros നമ്മൾ ക്രോസ് ഔട്ട് ചെയ്യണം. അതാണ് ഇതിൻ്റെ ഒരു റൂൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോയിലെ 2 zeros നമ്മൾ ക്രോസ് ഔട്ട് ചെയ്യുകയാണ്. ഓക്കെ, അത് ചെയ്യാം. ഇനി നമുക്ക് റോ വേണമെങ്കിൽ അത് നോക്കാം, കോളം വേണമെങ്കിൽ നോക്കാം. ഞാൻ റോയാണ് നോക്കുന്നത്. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് 0 ഞാൻ ലൊക്കേറ്റ് ചെയ്യാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ വരുന്ന കോളത്തിലെ 0 നമ്മൾ ക്രോസ് ഔട്ട് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ക്രോസ് ഔട്ട് ചെയ്തു. ഇനി ഞാൻ ഫോർത്ത് റോയാണ് നോക്കുന്നത്. അവിടെ 2 zeros ഉണ്ടല്ലേ. അപ്പോൾ 2 zeros ഉള്ള സ്ഥിതിക്ക് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ലൊക്കേറ്റ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് 0 ലൊക്കേറ്റ് ചെയ്യാണ്. അതായത് 2 zeros ആദ്യത്തെ 0 ലൊക്കേറ്റ് ചെയ്യാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആ ഒരു കോളത്തിലെ 0s നമ്മൾ ക്രോസ് ഔട്ട് ചെയ്യണം. ഒരെണ്ണം ഓൾറെഡി ക്രോസ് ഔട്ട് ചെയ്തിട്ടുണ്ട്, മറ്റേതും നമ്മൾ ക്രോസ് ഔട്ട് ചെയ്യുക. അടുത്ത റോ നോക്കുക, ലാസ്റ്റ് റോ. അതിൽ ഒരെണ്ണം ഓൾറെഡി ക്രോസ് ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ അടുത്ത 0 നമ്മൾ ലൊക്കേറ്റ് ചെയ്യണം. അത് ലൊക്കേറ്റ് ചെയ്തു. അതിൻ്റെ കറസ്പോണ്ടിങ് കോളത്തിൽ വരുന്ന 0 ക്രോസ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ എന്ന് പറഞ്ഞൊരു കോളത്തിൽ 2 zeros ആണുള്ളത് അല്ലേ. ഇതിൽ ഒരു 0 ഓൾറെഡി ക്രോസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 2 0, ഇതിൽ ഏതാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യേണ്ടത് നമ്മൾ നോക്കുക. ആ സെക്കൻഡ് റോയിൽ ഓൾറെഡി ഒരെണ്ണം ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ നേരെ, അപ്പോൾ നമുക്കിനി ആ ഒരു റോയിൽ ഇനിയൊരു 0 ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് ക്രോസ് ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ ആ ഒരു കോളത്തിൽ ഇനിയൊരു 0 അല്ലേ ഉള്ളൂ, ആ 0 നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോയിലും ഒരു 0 ക്രോസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഈച്ച് റോയിലും കോളത്തിലും ഒരു 0 എങ്കിലും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻസ് കിട്ടാറുണ്ട് ചില ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഇതിലും നമുക്ക് മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് സൊല്യൂഷനാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞത്. ഇനി ഇതിന് എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു സൊല്യൂഷൻ വരുന്നത്. ഫസ്റ്റ് റോ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള കോളം ബിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1B എന്നാണ് എഴുതുക. ഇനി സെക്കൻഡ് റോയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള കോളം എയിലാണ് അല്ലേ, 0 ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള എ കോളത്തിലാണ്. അപ്പോൾ 2A. ഇനി തേർഡ് റോ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇ എന്ന് പറഞ്ഞ കോളത്തിലാണ്. അപ്പോൾ 3E. ഫോർത്ത് റോ സി എന്ന് പറഞ്ഞ കോളത്തിലാണ്. അപ്പോൾ 4C. ആൻഡ് ഫിഫ്ത്ത് റോ ഡി എന്ന് പറഞ്ഞ കോളത്തിലാണ്. അപ്പോൾ 5D. അങ്ങനെയാണ് ആ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ വരുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്, ഫസ്റ്റ് സെയിൽസ്മാൻ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ബി എന്ന ഡിസ്ട്രിക്റ്റിലാണ്. സെക്കൻഡ് സെയിൽസ്മാൻ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലാണ്. അതുപോലെ തേർഡ് സെയിൽസ്മാൻ ഇ എന്ന് പറഞ്ഞ ഈ ഡിസ്ട്രിക്റ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. 0 ലൊക്കേറ്റ് ചെയ്താണെന്നുള്ളത് നമ്മൾ നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്കാണ് പോകേണ്ടത്. അല്ലെങ്കിൽ മാക്സിമൈസേഷൻ ടേബിൾ ആൻസർ ഷീറ്റിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതായാലും കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാണ്. എല്ലാവരും അത് നോക്കാം. 1B ആണ് അല്ലേ. അപ്പോൾ ബി എന്ന് പറഞ്ഞ കോളത്തിൽ എത്രയാണ് എലമെൻറ്റ് വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ? 38. 2 എന്ന എ ആണ് അല്ലേ കോളം. അപ്പോൾ എ കോളത്തിൽ നോക്കാം 40. ഇനി 3E ആണ് കോളം വരുന്നത്. അപ്പോൾ 37. 4C ആണ് വരുന്നത്. ദെൻ 41. 5Dയിലാണ് വരുന്നത് അല്ലേ. 5 സെയിൽസ്മാൻ ഡി എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ 35. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 191 കിട്ടും. അതാണ് ടോട്ടൽ സെയിൽസ് റവന്യൂ. നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ നമ്പർ 1 കിട്ടി. ഇനി 2 നോക്കാം. ദർ ആർ മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ടേബിൾ 5 ഒരു ബി കോളം ബി എന്ന് പറഞ്ഞൊരു ടേബിൾ ചെയ്യാണ് നമ്മൾ. അത് നിർബന്ധമില്ല, പക്ഷെ നമുക്ക് ചെയ്യാൻ നല്ലതാണ്. ആൻസർ കറക്റ്റ് ഒരു ഫുൾ മാർക്കൊക്കെ കിട്ടാൻ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ പ്രീവിയസ് ടേബിളിലെ സെയിം എലമെൻറ്റ്സ് തന്നെയാണ് ഈ ഒരു ടേബിളും വരുന്നത്. ടേബിൾ 5A അതേ എലമെൻറ്റ്സ് തന്നെ ടേബിൾ 5Bയിലും എഴുതുക. അതിനുശേഷം ലൊക്കേറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു 0 വരുന്ന റോയോ കോളോ ഉണ്ടോ നോക്കുക. അപ്പോൾ നമുക്ക് ഒരു കോളത്തിൽ മാത്രമേ ഉള്ളൂ ഒരു 0 ഉള്ളൂ. അത് സെക്കൻഡ് കോളത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ആ ഒരു 0 നമ്മൾ ലൊക്കേറ്റ് ചെയ്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോയിലെ 2 zeros നമ്മൾ ക്രോസ് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് റോയിൽ നമ്മൾ ആദ്യത്തെ ടേബിൾ ചെയ്തത് ഫസ്റ്റ് 0 ആണ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെ, എ എന്ന് പറഞ്ഞ കോളത്തിലെ ഫസ്റ്റ് 0 ആണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യാണ്. ആ സെക്കൻഡ് റോയിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന 0, അതായത് 2 zeros ആണുള്ളത്. അതിൽ രണ്ടാമത്തെ 0 ആണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഈ കോളത്തിലാണ് അത് വരുന്നത്. അപ്പോൾ നമ്മളത് ലൊക്കേറ്റ് ചെയ്തു.
അത് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് കോളത്തിലെ സീറോസ് നമ്മൾ ക്രോസ് ഔട്ട് ചെയ്യണം. അപ്പോൾ തൊട്ട് മുകളിലുള്ള സീറോ, ഈ കോളത്തിൽ ഫസ്റ്റ് സീറോ നമ്മൾ ക്രോസ് ഔട്ട് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് സീറോ ആണ് നമ്മളിപ്പോൾ ലൊക്കേറ്റ് ചെയ്തത്, ദെൻ തേർഡ് സീറോ നമ്മൾ എന്ത് ചെയ്യണം, ക്രോസ് ഔട്ട് ചെയ്യണം. ഇനി നെക്സ്റ്റ് തേർഡ് റോയിലേക്ക് വരിക. തേർഡ് റോയിലേക്ക് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് സീറോ ആണ് ഇവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ അതിന് മുന്നത്തെ ടേബിളിൽ നമ്മൾ സെക്കൻഡ് സീറോ ആണ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്തു, ഫസ്റ്റ് സീറോ കൊടുത്തു. അത് തന്നെയാണ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ആ ഒരു കോളം നോക്കുക, ആ ഒരു കോളത്തിൽ ഒരു സീറോ ഓൾറെഡി ക്ലോസ് ഔട്ട് ചെയ്തു, അപ്പോൾ ഒരു സീറോ എന്തായാലും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു സീറോ ലൊക്കേറ്റ് ചെയ്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം ഓൾറെഡി ക്ലോസ് ഔട്ട് ചെയ്തിട്ടുള്ളതാണ്. അടുത്തത് ഫോർത്ത് റോയിൽ ഒരു സീറോ നമ്മൾക്ക് ലൊക്കേറ്റ് ചെയ്യാം, ഒരു സീറോ ക്ലോസ് ഔട്ട് ചെയ്യാം അല്ലേ. ഞാനിവിടെ ആദ്യം നമ്മൾ ഫസ്റ്റ് സീറോ ആയിരുന്നു ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ടേബിളിൽ നമ്മൾ സെക്കൻഡ് സീറോ ആണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അത് ഡി കോളത്തിലാണ് വരുന്നത്. അപ്പോൾ ആ ഡി കോളത്തിൻ്റെ കറസ്പോണ്ടിങ് സീറോസ് ക്രോസ് ഔട്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു സീറോ നമ്മൾ ക്രോസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഫിഫ്ത്ത് റോ നോക്കുക. ഫിഫ്ത്ത് റോയിൽ 2 സീറോസ് ആണ്, ഒരെണ്ണം ഓൾറെഡി ഇപ്പോൾ നമ്മൾ ക്രോസ് ഔട്ട് ചെയ്തു, അപ്പോൾ മറ്റേ സീറോ നമ്മൾ എന്ത് ചെയ്യണം, ലൊക്കേറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എല്ലാ റോയിലും ഒരു സീറോ ലൊക്കേറ്റ് ചെയ്തിട്ടില്ലേ നോക്കുക. ഇവിടെ എല്ലാ റോയിലും ഒരു സീറോ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോളത്തിലും നോക്കുക, ഒരു സീറോ ലൊക്കേറ്റഡ് ആണ് അല്ലേ. എയിലും ബിയിലും സിയിലും ഡിയിലും ഇയിലൊക്കെ ഒരു കോളം ലൊക്കേറ്റ് ആണ്. ഇപ്പോൾ നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ നമ്പർ 2 കിട്ടി. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 1 സെയിൽസ്മാൻ ബി ഡിസ്ട്രിക്റ്റിലാണ്, അപ്പോൾ 1B. 2 സെയിൽസ്മാൻ ഈ ഇതിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, ഡിസ്ട്രിക്റ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. 3 സെയിൽസ്മാൻ എ എന്ന് പറഞ്ഞുള്ള കോളത്തിലാണ്. അപ്പോൾ അങ്ങനെ 5 സെയിൽസ്മാൻ്റെ എഴുതുക. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോയിട്ട് മാക്സിമൈസേഷൻ ടേബിളിലെ അതായത് എലമെൻറ്റ്സ് എടുത്തിട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 1B എന്ന് പറയുമ്പോൾ ബിയിലെ എലമെൻറ്റ് എത്രയാണ്, 38. ബി കോളത്തിലെ എലമെൻറ്റ് 38. 2E എന്ന് പറയുമ്പോൾ ഈ കോളത്തിൽ 36 ആണ് എലമെൻറ്റ്. 3A എന്ന് പറയുമ്പോൾ 41. 4D എന്ന് പറയുമ്പോൾ 36. 5C 40. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 191 കിട്ടും. അത് തന്നെയാണ് നമുക്ക് നേരത്തെ കിട്ടിയാലേ. അപ്പോൾ സെയിം ആൻസർ ആണ്. അപ്പോൾ മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ഈ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ആവുകയാണ്. എല്ലാവരും വർക്കൗട്ട് ചെയ്ത് നോക്കുക. താങ്ക് യു.